ഹലോ. ആ ചേച്ചി. അല്ല, അനീഷ് എവിടെയാ പോയി 3 ദിവസമായിട്ട്? ആ ചേച്ചി, അത് എനക്ക് അമ്മക്ക് സുഖമില്ലാണ്ട് ഇത് ഹോസ്പിറ്റലായി പോയി. അതെയോ? തിരിച്ചങ്ങോട്ട് വിളിക്കാൻ എന്റെ ഫോണിലെ ചാർജും തീർന്ന്. അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാ അനീഷിനെ. അത് എനക്ക് തോന്നിയില്ല വിളി. പിന്നെ തിരിച്ചു വിളിക്കാൻ ചാർജ് തീർന്നുകൊണ്ട് പിന്നെ പൈസേന്റെ ചെറിയ ടൈറ്റ് പോയി. അമ്മ എന്റെ സൂക്കേടായതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഉള്ള ഓട്ടവും ചാട്ടവും അങ്ങനെ കുറച്ച് ഇതായി പോയി. ഞാനിത് എന്ത് പറ്റി അമ്മക്ക്? അമ്മക്ക് പെട്ടെന്ന് ആസ്മേനെ ഇതുണ്ട്. ആസ്മ കൂടിയിട്ട് ശ്വാസം അയ്യോ. കിട്ടാണ്ടായി. എന്നിട്ട് ഇത് 2 ദിവസം അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇന്ന് രാവിലെ ഇത് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വന്നേ. അതിനുശേഷമാണ് ഫോൺ ചാർജ് ചെയ്ത്. ഓ അതെയോ? ആ അല്ല, ഞാൻ വിചാരിച്ചു അനീഷ് ക്ലാസ്സിലും വരുന്നില്ല, വിളിച്ചിട്ടും കിട്ടുന്നില്ല. അനക്ക് എനിക്കാണെങ്കില് എന്താ പറയണ്ടേ, ഒന്നും തിരിയാത്ത അവസ്ഥ. അനക്ക് ഇത് വിളിച്ചിട്ട് പറയാൻ പിന്നെ വേറെ ഫോണും ഇല്ലേനും. എനക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ ടെൻഷനിലായിപ്പോയി. അമ്മേന്റെ കുറച്ച് അധികമായി പോയതുകൊണ്ട്. അതെ. അല്ല, പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ. ഇല്ല, ഞാൻ അതിപ്പോ പണിയെടുക്കുന്നത് മേസറി ഉണ്ടെങ്കിൽ മേടിച്ചിട്ടുണ്ട് പൈസ. പൈസക്ക് ടൈറ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് കൊണ്ടുതന്നു. ഇപ്പം പിന്നെ എല്ലാം ആയി, പ്രശ്നമൊന്നുമില്ല. അല്ല, അനീഷ് നാളെ മുതൽ വരൂലേ? നാളെ മുതൽ വരും. ഞാൻ അത് പറയാൻ വേണ്ടിയിട്ട് ചേച്ചീനെ വിളിക്കാൻ വേണ്ടി നിൽക്കുന്നതിന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വിചാരിച്ചിട്ടാണ്. നാളെ എന്തായാലും വരും. അനീഷിനെ ഞാൻ 2-3 പ്രാവശ്യം, കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത്, എന്നിട്ടൊന്നും. പിന്നെ ആരോട് ചോദിക്കാനാ? ക്ലാസ്സിനും വരുന്നില്ല, വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ച അനീഷിന്റെ ഗൾഫിലേക്കുള്ള പോക്കെല്ലാം ശരിയായോന്ന്. ഇല്ല, അതൊന്നും ആയില്ല. അത് ഡ്രൈവിംഗ് പഠിച്ചിട്ടല്ലേ എനിക്കിത് അവരോട് പറയാൻ പറ്റുള്ളൂ. അതെ. അല്ല, എന്നാല് എന്നോട് പറയാണ്ട് അങ്ങനെ പോവില്ലല്ലോ. ചേച്ചിയോട് പറയാണ്ട് പോവില്ല. ചേച്ചിയല്ലേ എനിക്ക് ലൈസൻസ് എടുത്തു തരണ്ടേ. ഞാൻ ഏതായില്ലല്ലോ. എന്തായാലും ഞാൻ നാളെ എന്തായാലും വരും. അന്ന് വിളിച്ചിട്ട് പിറ്റേന്ന് ഇത് രാവിലെ എത്തണം എന്ന് പറഞ്ഞിട്ടില്ല. അന്ന് രാവിലെയാണ് അമ്മക്ക് സുഖമില്ലാണ്ടായത്. ഓ, അന്ന് രാവിലെയാ സുഖമില്ലാണ്ടായത്? അന്ന് രാത്രി ചേച്ചി വിളിച്ചില്ലേ? അന്ന് വിളിച്ചിട്ട് ഫോണ് കട്ടാക്കിയ ശേഷം പിന്നെ രാവിലെ പോകുമ്പോ അന്നേക്ക് എന്റെ ഇത് തീർന്നിന് റീചാർജ് ചെയ്തത്. അനീഷി ഒന്നും പറഞ്ഞിട്ടുമില്ല അന്ന് രാത്രി. പിന്നെ രാവിലെ വിളിച്ച് അന്നേരം ഒന്നും പറഞ്ഞില്ല. എന്ത്? അല്ല, ഇത് തന്നെ ഒന്നും വരൂലെന്നും പറയുന്നില്ല. ഒരു ഇതും ഇല്ലല്ലോ, വിവരവും ഇല്ലല്ലോ. അതെ. പിന്നെ എനിക്ക് ആരോടും ചോദിക്കാനും പറ്റുന്നില്ല. ആണെങ്കില് എന്താ പറയണ്ടേ, അനീഷിനെ കാണാനിട്ടു വിളിച്ചിട്ട് കിട്ടായിട്ട് എന്തെല്ലാം ഒരു വെപ്രാളവും, ഉറക്കം കിട്ടുന്നില്ല. അതെന്തിട്ടാ അന്നെ കാണാതെ ഇങ്ങനെ വെപ്രാളം? എന്തിട്ടാന്ന് പറഞ്ഞാല് ഞാന് എന്തോ അനീഷിനോട് ഒരു ഇഷ്ടം, അതുകൊണ്ടായിരിക്കും. അതൊക്കെ മോശമല്ലേ ചേച്ചി? എന്ത് മോശം? അതിനൊന്നുമില്ല. ഇഷ്ടപ്പെടുന്നതിന് പ്രശ്നമൊന്നുമില്ല. അല്ല, അനീഷിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാ? ഞാനിങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ പറയുന്നില്ലല്ലോ. വിളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്നാലും പറഞ്ഞാല് ഇല്ല, ഞാനും വിളിക്കണമെന്നും എനക്കും ചിലപ്പോ ഒരു ഇഷ്ടം പോലെയൊക്കെ തോന്നും. പിന്നെ അത് ശരിയാവൂലല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ചേച്ചിനെ കാണിയും കുറച്ച് വയസ്സെല്ലാം കുറഞ്ഞല്ലേ. അതിനിപ്പോ വയസ്സൊന്നും ഒരു പ്രശ്നമില്ല, നമ്മുടെ മനസ്സിന്റെ ഇതല്ലേ ഇഷ്ടം തോന്നുന്നത്. അങ്ങനെയാ? പിന്നെ അനീഷിനാണെന്ന് അറിയില്ല. ഞാൻ എന്ന് പറഞ്ഞില്ല, എന്നോട് അങ്ങനെയാ ഇഷ്ടമൊന്നും ആരും ഇതുവരെ കാണിച്ചിട്ടില്ല. പെണ്ണുങ്ങളൊന്നും ചങ്ങായിമാരെല്ലാം കാണിക്കലുണ്ട് കുറച്ചെങ്കിലും. പെണ്ണുങ്ങൾ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും. ഇനി പഠിച്ചോട്ടാ, ഇനി മനസ്സിലാക്കിക്കോ, വയസ്സൊന്നും ഒരു പ്രശ്നമില്ലാന്ന്. ചേച്ചി ഇങ്ങനെല്ലാം പറയുമ്പോ. ഇന്ന് എല്ലാരും ഉണ്ടേനോ പഠിക്കാൻ? ഇന്ന്
എല്ലാരും ഉണ്ടേനു. എനക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ അനീഷ ഇല്ലാതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ പോകുന്നേ ഉള്ളൂ. ഉം. വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല. ഞാ- അനീഷിനെ ഇപ്പം വിളിച്ചിട്ട് കിട്ടിയപ്പോ ഒരു എന്താ പറയണ്ടേ, മനസ്സിനൊരു സമാധാനമായി, ഒരു സന്തോഷം തോന്നുന്നു. ഞാൻ ഉം. എന്നാ നേരം നാളെ വന്നു കഴിഞ്ഞാല് ഇത് സാധാരണ പോകുന്ന റൂട്ടിൽ തന്നെയല്ലേ പോവാ? ഞാൻ ഒറ്റക്ക് തന്നെയല്ലേ ഉണ്ടാവുമല്ലേ? അതെ. അതെ. അല്ല ചോദിച്ചാ വെറുതെ ചോദിച്ചാ. അതെല്ലാം അങ്ങനെ തന്നെ. അപ്പൊ പിന്നെ ഇത് ഞാൻ സാധാരണ വന്ന് നിൽക്കുന്നിടത്ത് തന്നെ വന്നാ പോരെ? അങ്ങനെ തന്നെ വന്നെങ്കിൽ എപ്പം വരുന്ന സമയവും ആ. സാധാരണ ഏരിയാന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് ചേച്ചി പഠിപ്പിച്ചെന്നാലും ഞാൻ കുറെ മറന്നുപോയി 2-3 മാസം കൊണ്ട്. അത് സാരമില്ല, ഒന്നുകൂടി പഠിപ്പിച്ചാ പോരെ. അതൊക്കെ അത്രയും ദിവസം കിട്ടുമല്ലോ. അമ്മേന്റെ സൂക്കള്ളമാർ വീട്ടിൽ വന്നതാണ്. പിന്നെ ഡ്രൈവിംഗ് പഠിക്കേണ്ടതിനെ പറ്റി ആലോചിച്ചാൽ ഇങ്ങനെ ടെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ആരെങ്കിലും ഫോണിലൊന്ന് വിളിച്ചുകൂടായിരുന്നു എന്നാ? അല്ല, പിന്നെ ഞാൻ ആ തിരക്കിലായിപ്പോയി. അമ്മേന്റെ അസുഖം. ഇനി എവിടെയും പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോകാവേ. ഇനി എന്തായാലും ഞാൻ വിളിച്ചു പറയും. ഇത് ഫോണ് കട്ടായി പോയിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ റീചാർജ് ചെയ്യേണ്ട എന്തായാലും 10-350 ഉറുപ്പ്യ വേണം. അപ്പൊ എല്ലാം കൂടി ഒന്ന് ചെറിയ ടൈറ്റും ആയി. ഞാൻ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യാം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ പൈസക്ക്? ഇല്ല, ഇപ്പൊ ആവശ്യമൊന്നുമില്ല, എല്ലാം കഴിഞ്ഞേച്ച്. ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ടോ? ഇല്ല, അതിന് ആവശ്യമൊന്നുമില്ല. ഞാൻ പണിക്ക് പോകുന്നിടയ്ക്ക് കുറച്ച് പൈസ അധികം അഡ്വാൻസ് തന്നില്ല അവര്. പിന്നെ അത് പണിക്ക് പോയിട്ട് തീർത്ത് കൊടുത്താൽ മതി. അതെന്തിനാ അങ്ങനെയെല്ലാം വാങ്ങി എന്നോട് ചോദിച്ചാ പോരെ? അതൊന്നും ഓർമ്മിച്ചില്ല. പിന്നെ ഫോൺ കേട്ടാണ്ട് പിന്നെ ആരും വിളിക്കാനൊന്നും പറ്റിയില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ എന്നോട് ഇന്ന് ചോദിച്ചാ പോരെ. എന്തിനാ ഈ അഡ്വാൻസ്? അല്ല, പിന്നെ ചേച്ചിയോടുള്ള എങ്ങനെ ചോദിക്കുവാന്ന് വെച്ചാൽ എനിക്ക് ചെറിയ ചമ്മലും ഉണ്ടല്ലേ. എന്നിട്ട് ഇപ്പോ എന്നോട് ഇതന്നെയാ അകൽച്ചയാ? അങ്ങനെയല്ല, എന്നാലും ചേച്ചി എന്നെ എന്ത് പഠിപ്പിക്കുന്ന ഒരാളല്ലേ എന്നുള്ളൊരു തോന്നല്. അത് മാത്രമേ ഉള്ളൂ? ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരാളല്ലേ എന്നുള്ളൊരു തോന്നലൊന്നുണ്ട്. അല്ല, അങ്ങനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ? ഒരു ബഹുമാനം ഉള്ളിൽ ഇങ്ങനെ നിൽക്കും. ബഹുമാനമൊന്നും വേണ്ട കേട്ടോ. ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ അങ്ങനെ പൂട്ടുകയും ചെയ്തിട്ട് ഞാൻ പറ്റില്ല. എന്റെ പേരെല്ലാം വിളിച്ചാൽ മതി. ചേച്ചിയും വിളിക്കണ്ടെന്ന് ഞാൻ ചോദിച്ചു. വിളിക്കാൻ പറ്റൂല ചേച്ചി, അത് ഞാൻ അന്നേ പറഞ്ഞില്ലേ. പേരൊന്നും വിളിക്കില്ല, ഞാൻ ചേച്ചിനെ വിളിക്കും. അനുന്ന് വിളിച്ചാ പോരെ? അത് എന്നെ കൊണ്ട് നടക്കും തോന്നില്ല. എന്തേ? ഞാൻ ഇങ്ങനെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അനീഷിന് സ്വാതന്ത്ര്യത്തോടെ എന്നെ പേര് വിളിക്കാം, എനിക്കിഷ്ടം. ഞാനത് നോക്കട്ടെ ശരിയാവൂന്ന്. പറ്റിയെങ്കിൽ പേര് വിളിക്കട്ടോ. എനിക്ക് അറിയില്ലേ. ചേച്ചി എന്നെല്ലാം വിളിക്കുമ്പോ എന്തോ ഒരു വലിയ ദൂരത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ നാളെ വന്നിട്ടാകുമ്പോ ചേച്ചിനെ വിളിക്കാൻ ശ്രമിച്ചു നോക്കാം. ചേച്ചിന്ന് വേണ്ടാന്ന്. അല്ല, പേര് വിളിക്കാൻ ശ്രമിച്ചു. ചേച്ചീനെ വായിൽ വരുന്നുള്ളൂ. ചേച്ചിന്ന് വേണ്ട, അനുന്ന് വിളിച്ചു കേട്ടോ. അനുവച്ചീന്ന് വിളിച്ചാലോ? ചേച്ചിന്ന് വേണ്ട. ചേച്ചിന്ന് വിളിക്കുമ്പോ ഞാൻ എന്തോ ഒരു മറ്റേ അനീഷിനെക്കാളും അങ്ങ് പ്രായം കൂടിയിട്ട് നിൽക്കുന്ന പോലെയുണ്ട്. കാണാൻ പ്രായം കൂടുതലൊന്നുമില്ല, പക്ഷെ ഇത് വയസ്സ് പറഞ്ഞോണ്ട് എനിക്ക് വയസ്സില്ലേന്നൊരു തോന്നല്. വയസ്സൊന്നും പ്രശ്നമില്ലല്ലോ. നാളെ വന്നിട്ടാകുമ്പോ ഇനി കൊറേ മറന്നുപോയതിന് വഴക്കൊന്നും പറയില്ലല്ലോ? അയ്യോ, അനീഷ് എപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ടാ? അനീഷിനെ ഒന്നുകൂടി പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ ഉള്ളൂ. ഒന്നുകൂടി പഠിപ്പിക്കുമ്പോ പിന്നെയും എന്നാ പറയണ്ടേ, അനീഷിന് വേഗം പഠിക്കാനും കഴിയും,
ഉം. എനക്ക് പഠിപ്പിക്കാനും വലിയ താല്പര്യം. ഉം. 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 നാളെ വരൂലേ? എന്താ? നാളെ എന്തായാലും വരും. ഇനി കുഴപ്പമില്ലേ? ഉം. ഇനി നാളെ കുഴപ്പമില്ലേ? ഇല്ല അമ്മ ഇല്ല അങ്ങനെ ഉഴപ്പിയതല്ല. ഞാൻ പറഞ്ഞില്ല അമ്മേന്റെ അടുത്ത് അമ്മക്കിപ്പോ റെഡിയായി, കുഴപ്പമൊന്നുമില്ല. ആ, നമുക്ക് റെഡിയായല്ലോ. ഉം. പിന്നെ എന്താ പ്രശ്നം? ഇല്ല ഇനി കുഴപ്പമില്ല. എന്തായാലും എനക്ക് ഡ്രൈവിംഗ് എന്തായാലും വേഗം പഠിക്കണമെന്നുണ്ട്. ആ, ഞാൻ പഠിപ്പിക്കും. ഞാൻ അത്ര ആഗ്രഹിച്ചിട്ട് കുറേ കാലമായിട്ട് ആഗ്രഹിക്കാൻ നടക്കുന്നു. പക്ഷെങ്കിൽ നേരം പൈസ ഒത്തിട്ടില്ല. ഇപ്പൊ എല്ലാം ഒന്ന് സെറ്റായി, അതുകൊണ്ടാണ്. ആ, ഇപ്പൊ ഇനി പൈസയൊക്കെ ഒന്നും വിചാരിച്ചിട്ട് ടെൻഷൻ വേണ്ട. ഉം. നാളെ എന്തായാലും രാവിലെ വരിക. ഉം. എന്നാ പിന്നെ രാവിലെ കാണാം. ആ, ഓക്കെ. ശരി.